എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ആദ്യമായിട്ട് ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ബീഫ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണ് ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം. എൻ്റെ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ കഴിക്കില്ല. ഇതിൻ്റെ മസാലച്ചോറ് വേണമെങ്കിൽ തരിയെങ്ങാനും കഴിക്കാം. അപ്പോൾ ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടത്, ഉപ്പിടാം, കുറച്ചിട്ടാൽ മതി. പിന്നീട് നമുക്ക് ഇത് 1/2 കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ എല്ലൊക്കെ ഉള്ള കഷ്ണങ്ങളുണ്ട്. പിന്നെ 1 സ്പൂൺ മഞ്ഞൾ, ടർമറിക് പൗഡർ, നമക്ക്, 1 സ്പൂൺ മഞ്ഞൾ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മല്ലിപ്പൊടി ഞാൻ 3 സ്പൂൺ ഇടുന്നുണ്ട്. കൊറിയാൻഡർ പൗഡർ 3 ടേബിൾ സ്പൂൺ. പിന്നെ മുളക് പൊടി, മിർച്ചി പൗഡർ 2 ടേബിൾ സ്പൂൺ. ഗരം മസാല പൗഡർ 1 സ്പൂൺ, സ്മോൾ സ്പൂൺ. ബേ ലീഫ് 2 ഇടുന്നുണ്ട്. പിന്നെ കറിവേപ്പില, കടിപ്പത്ത. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, ഗാർലിക് ആൻഡ് ലസൂൺ ക്രഷ് ചെയ്തത്, പിന്നെ 2-3 പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞിടാണ്. ഇത് നല്ലതുപോലെ തിരുമ്പി പിടിപ്പിക്കണം. ഇത് തിരുമ്പി കഴിഞ്ഞാൽ കൈ മുഴുവൻ നൂറും. അതാണ് एकदम अच्छे से मिलाने का. ये वाला से अच्छे से मिलाने का. फिर इसको ये ना 10-15 मिनट्स ऐसा रेस्ट करने का. तो उसके बाद कुकर में डालने का. कुकर में डाल के फर्स्ट विसिल होने के बाद 1/2 एन आवर छोटा मीडियम फ्लेम में पकाने का. तो इसका अच्छी तरह मिला के हो गया. थोड़ा सा तेल डालने का. तो 20 मिनट्स इसका रेस्ट होने दो. तब तक हमको थोड़ा हम भी रेस्ट कर सकते हैं. ഇറച്ചി വേവുമ്പോഴേക്കും നമുക്കൊരു ഞാൻ ഇതുപോലത്തെ ഒരു കപ്പിൽ 10 കപ്പാണ് ഇടാവണേ. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ 10 ഇതുപോലത്തെ മെഷറിംഗ് കപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ കഴുകി കുറച്ച് നേരം കുതിർത്താനായിട്ട് വയ്ക്കാം. 4 സവോള കനം കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. पतला करके कांदा काटने का. ये फ्राई करने का है. फ्राई करके मैं आती हूँ. ഇത് വറുത്തിട്ട് ഞാൻ വരാം കേട്ടോ. പിന്നെ അതിന് മുന്നേ അരി വേവിച്ച് വെച്ചിട്ടുണ്ട്. അധികം വെന്തുടയാൻ പാടില്ല. ഇതിലേക്ക് ഞാൻ ഷാഹി ബിരിയാണി മസാല കുറച്ചൊരു ഇറ്റ് ഇതിലേക്ക് തോന്നുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്.
നല്ല ടേസ്റ്റാണിത്. പിന്നെ നമ്മൾ ഇറച്ചി പിന്നെ മസാല ചെയ്യുമ്പോൾ അതിലേക്ക് ബിരിയാണി മസാല, അപ്പോൾ ഷാഹി ബിരിയാണി മസാല, ഇത് ലിക്വിഡ് ഫുഡ് വായിച്ചത് കണ്ണട വെച്ചിട്ടില്ല. എസെൻസ് ആണ് കേട്ടോ, എസെൻസ്. അപ്പോൾ ഇനി ഇവനെ നമുക്ക് ലാസ്റ്റ് ഫൈനലൈസ് ഇത് ഓണിയനൊക്കെ വറുത്ത് ഇത് ചെയ്യണം. ഓക്കെ. അപ്പോൾ ബീഫ് ബിരിയാണിക്ക് സാലഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനിത് പാക്കറ്റ് ഇപ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുള്ളൂ. ദഹി, ഇത് വരണയുടെ ദഹിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇത് ആദ്യമേ തന്നെ ഉപ്പിട്ട് തിരുമ്പി പച്ചമുളക് കരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇത് നല്ലോണം നല്ല കട്ട തേര് ഒഴിക്കുക. ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ ഇളക്കുക. ഇപ്പോൾ ഇവൻ സെറ്റായി. ഓക്കെ. അപ്പോൾ ബിരിയാണിക്കുള്ള സലാഡ് ശരിയായി. ബിരിയാണിക്ക് സാലഡ് തയ്യാർ. ഇനി ബിരിയാണി സെറ്റാക്കിയാൽ മതി. പിന്നെ ഉള്ളിയൊക്കെ ഞാൻ ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചൊക്കെ ഇങ്ങനെ എടുത്ത് ഇടയ്ക്ക് നമുക്ക് സേവിക്കാം. ഭയങ്കര ഇഷ്ടമാണ് ഉള്ളി വറുത്തെങ്കിൽ, ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? എനിക്ക് വെറുതെ കഴിക്കാൻ വലിയ ഇഷ്ടം ഇതല്ല. അപ്പോൾ നല്ല സൂപ്പറായി. ഉപ്പുണ്ടോ നോക്കട്ടെ. എല്ലാം പാകം. അപ്പോൾ ഇനി ഇവനെ നുള്ള നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കണ നേരത്തെ എടുക്കാം. അപ്പോൾ ദമ്മ് ചെയ്യാൻ പോവാണ്. വലിയൊരു പട്ടപാത്രം തന്നെ എടുത്തിട്ടുണ്ട് ഞാൻ. എനിക്ക് ഈ ബീഫിൻ്റെ കറി ഒഴിക്കുകയാണ് ഞാൻ. അത് ഒരു 3/4 വേവ് വേവിച്ച അരിയാണല്ലോ. അപ്പോൾ അത് ഈ കറി മൊത്തം ഇതിലേക്ക് ഒഴിച്ചു. ഇനി പിള്ളേർ വേണമെങ്കിൽ ഭയങ്കര പഴന്ന് സാറ്റർഡേയില്ലേ. അപ്പോൾ ഇനി ഇതിലേക്ക് ചോറ് ഇതിലേക്ക് ഇടണം. 3/4 വേവിച്ച അരി, ബസ്മതി റൈസാണ് കേട്ടോ. ഇതിങ്ങനെ നല്ലോണം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ മുഴുവൻ എൻ്റെ ഗ്രേവി ഉണ്ട്. ബീഫിൻ്റെ ഗ്രേവിയും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത്. വലിയ ഹൈഫൈഡ് ഞാൻ കൊത്തമല്ലി വാങ്ങിച്ചില്ല, അത് കാരണം സോറി. ഇനി നമ്മൾ വറുത്ത് വെച്ച് ഇത്ര മാന്തി തന്ന് ഇത്ര കുറച്ചായി. അതിങ്ങനെ ഇടുക. വറുത്ത് വെച്ച ഉള്ളി, ഇത് മസ്റ്റാണ്, ഇതിൽ ഫ്ലേവർ കിട്ടും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കപ്പലണ്ടി ഇടുക. കപ്പലണ്ടി അണ്ടിപ്പരിപ്പ് ഇങ്ങനെ വെത്തറി ഇടുക. വേണമെന്ന് വെച്ചാൽ 2-3 നമുക്ക് കഴിക്കുകയും ചെയ്യാം. പിന്നെ ഇച്ചിരി ഈ ബീഫ് വേവിച്ച ആ എണ്ണത്തിന് ഒന്ന് തൂക്കുക. അതെന്താണെന്ന് വെച്ചാൽ ഈ ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നെയ്യ് കുറച്ചുള്ളത് ഒന്നും വീടൊന്നുമില്ല. ഇപ്പോൾ നെയ്യ്, പശുവിൻ്റെ നെയ്യ് അതിട്. എന്നിട്ട് ഇവനെ നല്ലതുപോലെ മൂടുക. ഇപ്പോൾ കണ്ടില്ലേ, പിന്നെ മൂടുക. എന്നിട്ട് ഒരു 20 മിനിറ്റ്സ് നമുക്ക് ചെറിയ തീയിൽ താഴെ എന്തെങ്കിലും ഒരു ഇതൊക്കെ വെച്ചിട്ട് ഒത്തിരി ചൂടുള്ള കനുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഇത് ചൂടാക്കും. അപ്പോൾ കഴിഞ്ഞു.
ഇനി ഡാഡ വന്നിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് അഭിപ്രായം ചോദിച്ച് കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കാം വീഡിയോ. ഓക്കെ. ഡാഡ് ബിരിയാണി എടുത്ത് കഴിക്കുകയാണ്. ബീഫ് ബിരിയാണി ഞങ്ങൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണേ. ബീഫ് ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുക. തെരഞ്ഞോളിൻ ഹൗസ്. സാലഡ്. അയ്യോ സോറി, ഞാൻ എടുത്തുകൊണ്ടിട്ടെ ഇനി പിട്ടില്ലേ കിട്ടില്ലേ കട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അയ്യോ മറന്നുപോയി. ഞാൻ ചേട്ടായിനെ ആലോചിച്ച് ഡാഡിൻ്റെ പ്ലേറ്റ് വേറെയാണ്, സ്റ്റീലിൻ്റെ കുഴിയുള്ളത്. കഴിച്ച് നോക്കിയിട്ട് പറയാം. ഓക്കെ ഓക്കെ. ഇത്ര ഉണ്ടാക്കിയിട്ടോ ഇഷ്ടമായോ? മട്ടൻ പോലെ തോന്നുക. അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറഞ്ഞാട്. ടാറ്റ ചേച്ചി, ടാറ്റ പറഞ്ഞേ. ടാറ്റ വാലോണ്ട് ടാറ്റ പറ. ടാറ്റ ബൈ ബൈ ടാറ്റ. അപ്പോൾ ഡാഡിന് ഏതാ ഇഷ്ടം? ചിക്കനാ ഇഷ്ടം? കുറവാ? ഇത്തിരി കുറവാ? വേവ് കൂടുതലാ? കറക്റ്റാ? ആ പുറത്ത് കഴിച്ചു. ബീഫ് കുക്കറിൽ. എന്നാ ഓക്കെ, ടാറ്റ. ഒന്നുകൂടി ടാറ്റ പറഞ്ഞേ. ടാറ്റ.